പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 17-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഭൂമിയുടെ അറുതികൾ ഒക്കെയും അവനെ ഭയപ്പെടും. പലപ്പോഴും സാധാരണ ലോക മനുഷ്യരുടെ ധനസ്ഥിതിയും സാമൂഹ്യ ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും സംഘടനാ ശക്തിയും കായിക ബലവും മറ്റും കണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ പലരും ഭയപ്പെടുകയും അവരുടെ മുമ്പിൽ നിൽക്കുവാൻ ത്രാണിയില്ലാത്തവരായി തീരാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവജനം നിമിത്തം ലോകം ഭയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. ദൈവം കൂടെയുള്ള ജനത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും പ്രത്യാശയും പദവികളും ലോകജാതികളിൽ ഭയം ഉളവാക്കുകയും അവർ നമ്മുടെ നിമിത്തം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരികയും ചെയ്യുമെന്ന് വചനം പറയുന്നു. ലോകം മുഴുവനും അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന കാലത്ത് സത്യദൈവത്തെ പിന്തുടരുവാൻ മനസ്സു കാണിച്ച അബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം തൻ്റെ സ്വന്തം ജനമാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന പേരവർക്ക് കൊടുത്തു. ആ പേരിന് യോഗ്യമായ പദവികളും അനുഗ്രഹങ്ങളും ബുദ്ധിയും ജ്ഞാനവും സമൃദ്ധിയും ആ ജനത്തിന് ദൈവം കൊടുത്തു. മറ്റുള്ളവർ എത്ര ശ്രമിച്ചിട്ടും അവരുടെ ഒരംശം പോലും തങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവജനത്തിൻ്റെ പദവി തിരിച്ചറിഞ്ഞ പലരും ഭയപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നാമും നമ്മുടെ പേരിനും പദവികൾക്കും അനുസരണമായി ജീവിച്ചാൽ ലോകം നമ്മെയും നമ്മുടെ ദൈവത്തെയും ഭയപ്പെടും എന്നുള്ളതിന് സംശയമില്ല. മനുഷ്യനായി പിറന്നിട്ടുള്ളവരിൽ വെച്ച് ശലോമോനിലും വലിയ ജ്ഞാനി ഉണ്ടായിട്ടില്ല. വൃദ്ധ ദമ്പതിമാരായ സഖരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതിന് മറുപടി ലഭിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ചുറ്റുമുള്ള എല്ലാവർക്കും വലിയ ഭയമുണ്ടായി. ഇതുപോലെ മാനുഷികമായി അസാധ്യമെന്ന് മറ്റുള്ളവർ വിധിച്ചു തള്ളിയ വിഷയങ്ങളുടെ മേൽ ദൈവജനത്തിന് പ്രാർത്ഥനയിലൂടെ മറുപടി ലഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെയും മറ്റുള്ളവർ ഭയപ്പെടും. ദൈവം കൽപ്പിച്ചതുപോലെ അനുസരിക്കാതിരുന്നത് ഇരുന്ന ശൗലിന് ശൗലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു ദുർഗതിയായിരുന്നു. സ്തോത്രം. അത് കണ്ടറിഞ്ഞ ദാവീദ് പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. ദൈവം ഇസ്രായേലിൻ്റെ ശൗലിനെ പ്രാരംഭത്തിൽ തിരഞ്ഞെടുത്ത ശൗൽ ദൈവകൽപ്പനകൾക്കനുസരിച്ച് നിൽക്കാതെ വന്നപ്പോൾ ശൗലിൻ്റെ ജീവിതം വളരെ ദയനീയമായിരുന്നു, പരാജയമായിരുന്നു. അങ്ങനെ ശൗലിൻ്റെ പരാജയം കണ്ട് ദാവീദ് ഭയപ്പെട്ട് സ്തോത്രം ദൈവത്തെ അനുസരിച്ച് ദൈവകൽപ്പനകളിൽ നിൽക്കുവാൻ ഇടയായി. വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അത് നിമിത്തം അവൻ ആദരിക്കപ്പെട്ടു. അത് മാത്രമല്ല, മറ്റുള്ളവർ ഭയപ്പെടുകയും ചെയ്തു ദാവീദിനെ. ദാവീദിൻ്റെ കായിക ബലമോ സംഗീത മാധുര്യമോ കോമള രൂപ സൗന്ദര്യമോ ശത്രുവിനെതിരെയുള്ള ആക്രമണ പാടവവും ഒന്നുമല്ല ശൗലിനെ ഭയപ്പെടുത്തിയത്. അവനിൽ ഉണ്ടായിരിക്കുന്ന ദൈവ കൃപയാണ്, അവനിലുണ്ടായിരിക്കുന്ന അഭിഷേകമാണ് ശൗലിനെ ഭയപ്പെടുത്തുവാനിട. എന്നാൽ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടെന്നറിഞ്ഞ് അന്ന് മുതൽ ദാവീദിനെ ശൗൽ ഭയപ്പെടുവാൻ തുടങ്ങി. പ്രിയ ദൈവപൈതലേ, ശത്രു വലിയവനും ഭയങ്കരനുമാണ്. നാം ആരെയും ഭയപ്പെടുത്തി ബഹുമാനമോ അംഗീകാരമോ വാങ്ങിക്കുവാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല. അത് അങ്ങനെ സംഭവിച്ചാലും അത് നിലനിൽക്കുകയില്ല. ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ആരെയും നേരെയാക്കുവാനും ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുകയില്ല. സുവിശേഷ വിരോധികൾ ചെയ്യുന്നത് പോലെ ഭീഷണിപ്പെടുത്തി ആരെയും ദൈവത്തെ സേവിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ
വഴികളും ജീവിതവും ദൈവത്തിന് പ്രസാദകരമാവുകയും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നും ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ ഒരു കാലത്ത് നമ്മെ തള്ളിക്കളഞ്ഞവർ നമ്മെ സ്തോത്രം മാനിപ്പാനിടയാകും, അംഗീകരിക്കുവാനിടയാകും. നമ്മെയും നമ്മുടെ ദൈവത്തെയും അവർ ഭയപ്പെടുവാനിടയാകും. ഒരിക്കൽ മോശയെ തള്ളിക്കളഞ്ഞ അതേ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ദൈവം മോശയെ അയക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവർ മോശയെ അനുസരിക്കുകയും ഭയപ്പെടുകയും അത് മുഖാന്തരം മോശ മുഖാന്തരം ദൈവത്തെ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനം ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമോ എന്ന് ചോദിച്ച അതേ സഹോദരങ്ങളുടെ നടുവിൽ യോസഫിന് ദൈവം അനുഗ്രഹിച്ചു, അധികാരവും ഉയർച്ചയും കൊടുത്തു. സഹോദരങ്ങൾ യോസഫിനെ നമസ്കരിക്കുന്ന നിലകളിലേക്ക് ദൈവം സ്തോത്രം മാറ്റുവാനിടയായി, കാലത്തെ മാറ്റി. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിലും തള്ളിക്കളയുന്നവർ, നമ്മെ സ്തോത്രം ആദരിക്കാത്തവർ, ബഹുമാനിക്കാത്തവർ, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോൾ, പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മളിൽ വെളിപ്പെടുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ഈ നമ്മെയും നമ്മുടെ ദൈവത്തെയും ലോകം ഭയപ്പെടുവാനിടയുക. അതേ പ്രിയ ദൈവവേദനയിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടുവാനിടയാകും. നമുക്കറിയാം ഹല്ലേലൂയ, ഇസഹാക്ക് സ്തോത്രം കുഴിച്ച കിണറുകളെല്ലാം ശത്രുക്കൾ മൂടുവാനിടയായി. സ്തോത്രം ഒടുവിൽ അവൻ ഇസഹാക്ക് കുഴിച്ച കിണറിൻ്റെ ഉറവയും അവൻ്റെ അവനോടുകൂടെ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ, ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ശത്രു ഇസഹാക്കിനെ ബഹുമാനിപ്പാൻ ഇടയായി. നോക്കൂ ഹല്ലേലൂയ, ദാനിയേൽ എന്ന ഭക്തനെ സിംഹക്കുഴിയിൽ ഇട്ട് കളഞ്ഞ ശത്രുവിൻ്റെ മുന്നിൽ ദൈവം ദാനിയേലിനെ ആദരിച്ചപ്പോൾ ദാനിയേലിൻ്റെ ദൈവമാണ് വലിയവനെന്ന് രാജാക്കന്മാർ പോലും പറയുവാനിടയായി. തീച്ചൂളയിലിട്ട എബ്രായ ബാലന്മാരെ തീ ദഹിപ്പിക്കാതെ സ്തോത്രം യഹോവയാൽ അവർ പുറത്തു വന്നപ്പോൾ, ജീവനോടെ പുറത്തു വന്നപ്പോൾ തീയിലിട്ട രാജാവ് തന്നെ സ്തോത്രം കൽപ്പന കൊടുത്ത രാജാവ് തന്നെ പറയുന്നു ഇവരുടെ ദൈവമാണ് സ്തോത്രം ഹല്ലേലൂയ വാസ്തവമായ ദൈവം. ഈ പ്രഭാതം പ്രിയ ദൈവവേദനയിലെ നാം ദൈവത്തെ വാസ്തവമായും ആരാധിച്ച് ദൈവകൃപയിൽ നിൽപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുവാനിടയാണ്. പ്രാർത്ഥനയുടെ മറുപടികൾ ലോകം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ നിലകൾ ലോകം കണ്ടു തുടങ്ങുമ്പോൾ നമ്മെയും നാം ആരാധിക്കുന്ന ദൈവത്തെയും നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെയും ലോകം ഭയപ്പെടുവാനിടയാകും. ഓബേദ്-ഏദോമിൻ്റെ ഭവനത്തിൽ പെട്ടകമിരിക്കുമ്പോൾ ഭക്തൻ്റെ സ്ഥിതി മാറിയത് ദാവീദ് കണ്ടു, ഭയപ്പെടുവാനിടയായി. ലോകം ഭയപ്പെടുന്ന നിലകളിലേക്ക് സ്തോത്രം ദൈവവേദിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. ഇന്ന് പ്രഭാതം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഹല്ലേലൂയ, ലോകം ഭയപ്പെടുന്ന നിലകളിലേക്ക് നമ്മെ ദൈവം അനുഗ്രഹിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടുവാനിടയാകും. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ അനുഗ്രഹങ്ങളും നമ്മുടെ ഉയർച്ചകളും നമ്മുടെ സന്തോഷങ്ങളും കണ്ട് ശത്രു ഭയപ്പെടുവാനിടയാകും. അതേ നമ്മെ ഭയപ്പെടുന്നതിൽ കൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനിടയാകും. അതിനായി ഈ നാളുകളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകൃപയിൽ മറയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നാഥ, ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ അനുഗ്രഹത്തെയും ഞങ്ങളുടെ ഉയർച്ചയും ഞങ്ങളുടെ സന്തോഷത്തെയും ഞങ്ങളുടെ സമാധാനത്തെയും കണ്ട് ലോകം ഭയപ്പെടുന്ന നിലകളിൽ സ്തോത്രം കർത്താവേ, ഒരു അനുഗ്രഹം ഇന്ന് പകൽക്കാലം എൻ്റെ ദാസിദാസന്മാരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.